ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഒരു വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം പലർക്കും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അവർക്ക് എഡിറ്റിംഗ് ചെയ്യാൻ അറിയില്ല എന്നൊറ്റ റീസൺ കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവൾ എന്നോട് പറഞ്ഞത് അവർക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നാണ്. അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ എന്നോട് സെയിം റീസൺ ആണ് പറഞ്ഞത്. പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കണം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ അറിയില്ല, നിനക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാലോ എന്ന്. അപ്പം ഞാൻ അവനോട് പറഞ്ഞത്, ഞാൻ ഈ ഭൂമിയിലോട്ട് ജനിച്ച് വീണപ്പോൾ എഡിറ്റിംഗ് പഠിച്ചിട്ടല്ല വന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കലല്ലേ. ഇപ്പോൾ ഡാൻസ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ജന്മനാ ഡാൻസ് പഠിക്കലല്ലോ, അവർ പിന്നീട് പഠിച്ചു വരികയല്ലേ. അതുപോലെ തന്നെ ഏതൊരു കാര്യം നമ്മൾ പഠിച്ചെടുക്കുന്നതാണല്ലോ. അപ്പോൾ ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമുക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള തല പുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റാറ്റസ് എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ കസിൻസോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്കാണ് വീഡിയോ അയച്ചത്, ഇതൊന്ന് എഡിറ്റ് ചെയ്ത് തരുമോ, സ്റ്റാറ്റസ് വെക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട്. സ്റ്റാറ്റസ് വെക്കാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബേസിക് ആണ്. നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് എഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണ്, അത് ചിലർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കഴിവാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് നമ്മളിപ്പോൾ വീഡിയോസിൽ, ചില വീഡിയോസിൽ റീൽസിലെ കാണില്ല, അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് വേണ്ടി വരും, കുറേ കാലം എടുക്കാൻ മതി നമുക്ക് ആ രീതിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറി ഇടാനൊക്കെ ഉള്ള എഡിറ്റ് എന്നൊക്കെ പറയുന്നത് ബേസിക് ആയിട്ടുള്ള എഡിറ്റാണ്. അതൊക്കെ നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള എഡിറ്റും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗും പഠിപ്പിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ഞാനിവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 2 ആപ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എഡിറ്റ് പഠിച്ചാൽ മതി. ഇപ്പോൾ സ്റ്റാറ്റസ് വെക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ബേസിക് ആയിട്ട് എഡിറ്റിംഗ് ഉണ്ടല്ലോ, അതിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് യൂകട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. ഈ ആപ്പ് നമുക്ക് ഈ വാട്ടർമാർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ പല ആപ്സിൽ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ടർമാർക്ക് ഉണ്ടാവും, സൈഡിൽ എവിടെയെങ്കിലും എഴുതി കാണിച്ചിട്ടുണ്ടാവും. ഇതൊരു നമുക്കൊരു തന്നെ ഒരു അഭംഗിയായിട്ട് തോന്നും. അപ്പോൾ ഇതിലങ്ങനെ വാട്ടർമാർക്സ് ഉണ്ടാവില്ല. ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു പരസ്യം കാണുകയാണെങ്കിൽ, ഒരു കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് മാത്രമുള്ള ഒരു പരസ്യം നമ്മൾ കാണുകയാണെങ്കിൽ ഇതിൻ്റെ വാട്ടർമാർക്സ് അത് റിമൂവ് ആയി കിട്ടും. അപ്പോൾ ഈ ഒരു ആപ്പ് നല്ലൊരു ആപ്പാണ്. ഇപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതാ യൂകട്ട് എന്ന് പറഞ്ഞുള്ള ഈ ആപ്പിൽ ഇങ്ങനെ കയറുക. ഇങ്ങനെ കയറുമ്പോൾ നിങ്ങൾക്ക് ന്യൂ പ്രൊജക്റ്റ് എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പം വീഡിയോസ് ആണല്ലോ എഡിറ്റ് ചെയ്യാണ്ടാവുക. ഫോട്ടോസ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോസിൻ്റെ നോക്കാം. അപ്പോൾ വീഡിയോസ് വെച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സിസ്റ്റർ മോനിങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകുന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഇങ്ങോട്ട് സെലക്ട് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ ഒരു ആരോ കണ്ടോ ഓറഞ്ച് കളറിൽ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെല്ലാ വീഡിയോസും ഇതിലോട്ട് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഈ വീഡിയോയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും എല്ലാ വീഡിയോസും ഇതിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോസിൻ്റെ സൗണ്ട് വേണ്ട, നിങ്ങൾക്ക് എക്സ്ട്രാ പുറത്തുനിന്നുള്ളപ്പോൾ ഏതെങ്കിലും പാട്ടിൻ്റെ അങ്ങനെ എന്തെങ്കിലും സൗണ്ട് കൊടുക്കാനാണെങ്കിൽ ഇവിടെ കണ്ടോ അൺമ്യൂട്ട് ഓഡിയോ ക്ലിപ്പ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വീഡിയോൻ്റെ സൗണ്ട് മൊത്തം ഓഫാവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ മൊത്തം ഓഫായി പോയല്ലോ. അപ്പോൾ പക്ഷേ ഒരു വീഡിയോൻ്റെ ഒരു ക്ലിപ്പിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ആ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുകളിൽ കണ്ടോ വോളിയം, എന്നിട്ട് ആ വോളിയം മാത്രം കൂട്ടി കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പം മൊത്തം ഓഡിയോ നിങ്ങൾക്ക് വേണ്ട, സൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എഡിറ്റിങ്ങിൽ മെയിനായിട്ട് എല്ലാവർക്കും പഠിക്കേണ്ട അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യാണ്ടാവുന്ന ഒരു സംഭവമാണ് കട്ട് ചെയ്ത് കളയാന്നുള്ളത്. ഇപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള വീഡിയോ ക്ലിപ്സ് ഉണ്ടാവില്ല, അത് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് തുമ്മി വിചാരിക്കുക. അതിന് ശേഷമാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അടുത്ത് ആ ഒരു തുമ്മൽ വന്നില്ലേ, അപ്പോൾ എന്താ ചെയ്യുക, ആ തുമ്മൽ എനിക്ക് കട്ട് ചെയ്ത് കളയണം. അതല്ലെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എന്നുള്ളതിന് പകരം ഞാൻ എല്ലാവർക്കും സഖമല്ലേ എന്നായിപ്പോയി. അപ്പോൾ ഞാൻ തെറ്റിപ്പോയി, സോറി. അപ്പോൾ ഒന്നുകൂടി ഞാൻ എന്താ പറയുക, എല്ലാവർക്കും സുഖമല്ലേ. അപ്പം എന്താ ചെയ്താൽ നേരത്തെ തെറ്റിയ ഭാഗം എനിക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു നമുക്ക് എഡിറ്റിംഗ് ചെയ്യാണ്ടാവുക. അതെങ്ങനെയാണ് ബേസിക്കായിട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇതാ ഈ ഒരു വണ്ടി ഇല്ലേ, ഈ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, ആ ഭാഗം എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവിടുന്ന് കട്ട് ചെയ്യാണ്. ഈ കട്ട് ചെയ്യേണ്ട സ്ഥലത്താണ് ഈ ഒരു ഓറഞ്ച് ലൈന് കാണുന്നില്ല, അതുണ്ടാവുക. മുകളിൽ കാണുന്ന നിങ്ങൾക്ക് സ്പ്ലിറ്റ് എന്ന്. അപ്പോൾ ആ സ്പ്ലിറ്റ് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുക്കുക. അപ്പോൾ ആ ഭാഗം കട്ടായി. ഇനി നമുക്ക് ഇത്ര ഭാഗം, ഈ വണ്ടി പോയതിന് ശേഷമുള്ളത് മതി. ഇത്രയും ഭാഗം വേണ്ട. അപ്പോൾ വണ്ടി പോയതിന് ശേഷം ഉള്ള സ്ഥലത്ത് ആരോ കൊണ്ട് ഈ ഒരു ലൈന് കൊണ്ടുപോയി വെക്കുക.
എന്നിട്ട് മുകളിൽ വീണ്ടും സ്പ്ലിറ്റ് കാണില്ലേ, അതിൽ തന്നെ തൊട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ക്ലിപ്പ് ഏതാണ്, ഇതിൻ്റെ സെൻറ്ററിലുള്ള ക്ലിപ്പാണ് നമുക്ക് വേണ്ടാത്തത്. അപ്പോൾ അതിലിങ്ങനെ തൊട്ട് കൊടുക്കുക. അതിലിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ മുകളിൽ കുറേ ഓപ്ഷൻസ് വരും. സ്പീഡ്, സ്പ്ലിറ്റ്, വോളിയം, ആനിമേഷൻ, അങ്ങനെ ഓരോന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തെടുത്തപ്പോൾ ആ ഭാഗം പോയി. ഇനി നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ കണ്ടാൽ കാണാം, ആ വണ്ടി ഇങ്ങനെ വരുന്നത് കാണിച്ചിട്ട് പിന്നെ ആ വണ്ടി കാണുന്നില്ല, കാരണം ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് നമ്മൾ വീഡിയോയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ക്ലിപ്സ് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, യൂട്യൂബ് ചാനലാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന പോലെ സംസാരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പറയുന്നത് തെറ്റിപ്പോകുക, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോഴി കൂവി, അതല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് നിങ്ങളോട് സംസാരിച്ചു, അപ്പോൾ ആ ഭാഗമൊക്കെ നിങ്ങൾ കട്ട് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ ചെയ്യാനുണ്ടാവുക, നമുക്ക് സൗണ്ട് കൊടുക്കുക. അതായത് ചിലപ്പോൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വോയിസ് ഓവർ ഉണ്ടല്ലോ, അപ്പോൾ ചില വീഡിയോസ് കാണല്ലേ, ഒരുപാട് ക്ലിപ്സ് എടുത്തിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇന്നലെ ഇന്ന സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓഡിയോ വേറെ കൊടുക്കുന്നത്. അതായത് വീഡിയോസ് ആദ്യം എടുത്ത് വെക്കും, അതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഓഡിയോ കൊടുക്കുന്നത്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മുകളിൽ റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അലോ പെർമിഷൻ ഉണ്ട്, അത് കൊടുക്കുക. വൈൽ യൂസിങ് ദീസ് ആപ്പ് അങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് സംസാരിക്കാം. ഞാൻ ഇപ്പോൾ സംസാരിച്ച് കാണിച്ചു തരാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സിസ്റ്റർ മോനും കൂടി ചുമ്മാ റോഡിലൂടെ പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അവനിതാ എൻ്റെ മുമ്പിൽ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകുന്നുണ്ട്, ഞാൻ അതിൻ്റെ വേക്കിൽ ഇതാ എൻ്റെ വണ്ടിയിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇതാ മുകളിൽ ടിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് അത് കേട്ട് നോക്കാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സിസ്റ്റർ മോനും കൂടി ചുമ്മാ റോഡിലൂടെ പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അവനിതാ എൻ്റെ മുമ്പിൽ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകുന്നുണ്ട്, ഞാൻ അതിൻ്റെ വേക്കിൽ ഇതാ എൻ്റെ വണ്ടിയിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കൽ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനും ഭയങ്കര സിമ്പിളാണ്. എൻ്റെ ഫ്രണ്ടൊക്കെ എന്നോട് ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, നീ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ എങ്ങനെയാണ് അതിനൊക്കെ വോയിസ് കൊടുക്കുന്നത്, അതെങ്ങനെയാണ് പറ്റുകയെന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. ഇതാ കണ്ടില്ല, ഇത്രയും ഈസിയാണ്. നമ്മൾ കണ്ടില്ല, ഒരു കോഴി കൂയത് വേണം, എനിക്കത് കട്ട് ചെയ്ത് കളയായിരുന്നു, പക്ഷേ കട്ട് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് ആവശ്യമുള്ള ക്ലിപ്സ് ഒക്കെ ഇതുപോലെ സെലക്ട് ചെയ്യാം. ക്ലിപ്സിൻ്റെ ഓഡിയോ വേണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെക്കോർഡ് ബട്ടണിൽ അമർത്തുക, എന്നിട്ട് സൗണ്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെ നമ്മൾ സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഞാൻ അത് അവിടെ കാണിച്ചു തരാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആ സ്വാഗതം എന്നുള്ളത് നമ്മൾ പോസ് നിൽക്കുക, അതിനുശേഷം ഈ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ നേരത്തെ പോലെ തന്നെ സ്പ്ലിറ്റ് എന്ന് വരും. അപ്പോൾ സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്ത്, ഇത് കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സിസ്റ്റർ മോനും കൂടി ചുമ്മാ റോഡിലൂടെ പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത്രയും ഭാഗം എനിക്ക് വേണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ വീണ്ടും മുകളിലുള്ള സ്പ്ലിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആ സെൻറ്ററിലുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം എന്ത് ചെയ്ത്, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നില്ലേ, ഈ ഗ്യാപ്പ് എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് കേട്ടോക്കാം നമുക്ക്. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അവനിതാ എൻ്റെ മുമ്പിൽ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകുന്നുണ്ട്, ഞാൻ അതിൻ്റെ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ നടുവിലുള്ള ഓഡിയോ ഞാൻ വേണ്ടാന്ന രീതിയിൽ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇപ്പോൾ 1 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ 1 മിനിറ്റ് തെറ്റാതെ പറയണം, അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഹലോ മൈ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇനി എന്താ പറയേണ്ടതെന്ന് ആലോചിക്കുക. ഇനി പറയുമ്പോൾ എന്തെങ്കിലും തെറ്റിപ്പോയാൽ ഈ നേരത്തെ കണ്ടതുപോലെ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്പ്ലിറ്റ് ഈ 2 ഭാഗത്തും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ആവശ്യമില്ലാത്ത ആ രണ്ട് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് ഈ ഓഡിയോ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞ പോലെ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പം നിങ്ങൾക്കിപ്പോൾ സ്ലോ മോഷൻ വേണം. ഇവിടെ എനിക്ക് സ്ലോ മോഷൻ വേണ്ട ഭാഗത്ത് ഞാനിതാ സ്പ്ലിറ്റ് കൊടുത്ത്, ഇത്രേ ഭാഗമാണ് എനിക്ക് സ്ലോ മോഷൻ വേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ സ്പ്ലിറ്റ് തന്നെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആ സ്ലോ മോഷൻ വേണ്ട വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് സ്പീഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ എനിക്കത് സ്ലോ ആക്കി കൊടുക്കണം. നിങ്ങൾക്ക് എത്രയാണോ സ്ലോ ആക്കേണ്ടി ആ രീതിക്ക് അത് സ്ലോ ആക്കാം. ഞാനൊരു 4 കൊടുത്തു. 4 കൊടുത്തിട്ട് നമുക്കിനി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ, അടുത്ത് ഭയങ്കരമായിട്ട് സ്ലോ ആയി. ഇനി നിങ്ങൾക്ക് സ്പീഡ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേക്കോട്ട് പോയാൽ മതി. 2 മാക്സിമം 2 വരുന്നത് തോന്നുന്നുണ്ട്. ഇനി കണ്ടു നോക്കുക, കണ്ടില്ലേ ഭയങ്കര സ്ലോ ആയ വീഡിയോ. അത് പെട്ടെന്ന് അവന്
റൈഡ് ചെയ്ത് പോകുന്ന ഒരു സീനാണ്. പക്ഷേ സ്ലോ മോഷൻ ആക്കിയപ്പോൾ ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ട്. ഇനി നിങ്ങൾ സ്പീഡാക്കി കാണിക്കാന്നുണ്ടെങ്കിൽ ആ സ്പീഡ് വീണ്ടും നിൽക്കുക, എന്നിട്ട് മുമ്പിലോട്ടാക്കി കൊടുക്കുക. നോക്കാണ്ടേ, അത്രേ ഉള്ളൂ. അത്രയും സ്പീഡിൽ അത് കഴിഞ്ഞു പോയി. അങ്ങനെയാണ് നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കുകയും അതുപോലെ സ്പീഡ് കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോൻ്റെ അടുക്ക് ഇങ്ങനെ ട്രാൻസിഷൻ ഇടണം. അതായത് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെയല്ല കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുക്ക് നിങ്ങൾക്ക് ട്രാൻസിഷൻ ഇടണമെങ്കിൽ ഈ രണ്ട് വീഡിയോൻ്റെ ഗ്യാപ്പിലൊരു സംഭവം കണ്ടോ, ഒരു ചെറിയ ലൈന് പോലെ ബ്ലാക്ക് കളറിൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരും. മിക്സ്, ഫെയ്ഡ് ഡബ്ല്യു, അങ്ങനെ നമുക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കുക. മിക്സ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, അത് നമുക്ക് ഇവിടെ താഴെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം കാണിക്കണമെങ്കിൽ ഇങ്ങനെ സ്ലോലി ആയിട്ട് മിക്സ് ചെയ്യുന്നത് കണ്ടില്ലേ. ഇനി നീക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് അത് മിക്സ് ആവും. അല്ല പെട്ടെന്ന് അത് മിക്സായി പോകണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആവും. ഇനിയിപ്പോൾ ഫെയ്ഡ് ആകുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് മങ്ങിയിട്ട് അടുത്ത ഫ്രെയിമിലോട്ട് പോവുക ചെയ്യാം. കണ്ടില്ലേ, ഇതൊക്കെ നിങ്ങൾ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ മങ്ങിയിട്ട് അടുത്ത സീനിലോട്ട് പോകുന്നതൊക്കെ. പിന്നെ സ്ലൈഡ് ചെയ്യുന്നതുണ്ട്, മുമ്പോട്ട്, സൈഡിലോട്ട്, ബാക്കിലോട്ട്, അങ്ങനത്തെ ഒക്കെ രീതിയിൽ. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻ ചെയ്യുന്നത്. ട്രാൻസിഷൻ ചെയ്യുന്നതും നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിലും ആ ക്ലിപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മുകളിൽ ഓപ്ഷൻ ഡിലീറ്റ് എന്ന് വരും. ഓപ്ഷൻ ഒന്നാൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പം നിങ്ങൾ തോന്നുക എനിക്കത് തിരിച്ച് വേണ്ടിയിരുന്നു, അറിയാണ്ട് ഡിലീറ്റ് ആയി പോയാന്നുള്ളത്. മുകളിൽ ഇങ്ങനെ ഒരു ആരോൻ്റെ ഓപ്ഷൻ കണ്ടോ, അപ്പോൾ ഈ സൈഡിലുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ക്ലിപ്പ് പിന്നെ തിരിച്ചു വരും. രണ്ട് സൈഡിലോട്ട് ആരോ കണ്ടോ, അപ്പോൾ നമുക്ക് ബാക്കിലുള്ള തിരിച്ച് വേണമെങ്കിൽ ബാക്കിലോട്ടുള്ള ക്ലിക്ക് ചെയ്യാം, ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ ഫ്രണ്ടിലുള്ളത് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ തെറ്റി പോവുകയാണെങ്കിലൊക്കെ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇപ്പം നെറ്റ് ഇതിലില്ലാത്തതുകൊണ്ട് സ്റ്റിക്കേഴ്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ സബ്സ്ക്രൈബ് ബട്ടൺ ഇങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് എന്നുള്ളത് അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ യൂട്യൂബ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ അതിൻ്റെ കുറേ ഇമോജി വരും. എന്നിട്ട് ആ ഇമോജി ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ ഫിൽറ്റർ വരുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എത്രയൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ള ഫോണാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് എഡിറ്റ് ഒന്നുകൂടി അടിപൊളിയാക്കണം തോന്നും. അപ്പോൾ എന്ത് ചെയ്യുക, മുകളിൽ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫിൽറ്റർ മാറ്റേണ്ട ആവശ്യമില്ല. ഫിൽറ്റർ മാറ്റുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ക്ലാരിറ്റി കിട്ടിക്കണമെന്നില്ല. അതിന് തൊട്ടിപ്പോൾ അഡ്ജസ്റ്റ് എന്ന് കണ്ടോ, അതിൽ കയറുക. എന്നിട്ട് അതിൽ കയറിയിട്ട് ആദ്യം ചെയ്യേണ്ടത് കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക, ഒരു 10 ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ നമ്മൾ ഈ വീഡിയോൻ്റെ ഒരു മൂടിക്കെട്ടലുണ്ടല്ലോ, ഒരു മിസ്റ്റ് പോലെ, അത് അങ്ങോട്ട് പോയി കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്നുകൂടി നല്ല കളർഫുൾ ആയി നിൽക്കണമെങ്കിൽ സാറ്റുറേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊരു 10 കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഷാർപ്പ്നെസ് 10, 15, ഒരു 20 വെച്ച് കൊടുക്കുക. അങ്ങനെ 20 വെച്ച് കൊടുക്കുമ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റി ഒന്നും കൂടി കൂടും. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. പിന്നെ സൈഡിൽ ഡബിൾ ക്ലിക്ക് കാണുന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലേക്കും ഓട്ടോമാറ്റിക്കലി ഇത് അപ്ലൈ ആവും. ഇപ്പം കണ്ടില്ലേ, വീഡിയോൻ്റെ ക്വാളിറ്റി കൂടി. അതുപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്യുന്ന മുമ്പ് എങ്ങനെ ഉണ്ടായെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ബാക്ക് ബട്ടൺ നിൽക്കുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും അതിൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി മുമ്പ് എങ്ങനെ ആയിരുന്നത്. നമ്മൾ വീണ്ടും ബാക്കിലോട്ട് തന്നെ വരികയാണെങ്കിൽ കണ്ടില്ല വീഡിയോൻ്റെ ക്വാളിറ്റി. അപ്പോൾ അത്രയും ഡിഫറൻസ് എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ഭയങ്കരമായിട്ട് ഭംഗി തോന്നിക്കില്ല. അല്ലാതെ നമ്മളിപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ എടുത്തത് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര റോ ആയിട്ട് നിൽക്കും, അത്ര കാണുമ്പോൾ ഒരു ഭംഗി തോന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ വേണ്ടിയിട്ടായാലും ഇപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കാനായാലും നിങ്ങൾ വീഡിയോ കുറച്ച് കളർഫുൾ ആയിട്ട് നിൽക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ കോൺടാക്റ്റ്, സാറ്റുറേഷൻ, അതുപോലെ ഷാർപ്പൺ, ഇത് മൂന്നും കൂട്ടി കൊടുത്താൽ മതി ബേസിക് ആയിട്ട്. പിന്നെ ഫിൽറ്ററൊക്കെ ഇടുകയാണെങ്കിൽ ഇതിലത്ര നല്ല ഫിൽറ്റർ ഒന്നുമില്ല, അത് നമ്മളെ വീഡിയോൻ്റെ ക്വാളിറ്റി ഒന്നും കൂടി കുറയ്ക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു PIP എന്നൊരു ഓപ്ഷൻ കാണാം. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ വീഡിയോസ് ഉണ്ടല്ലോ അതിൽ തന്നെ എക്സ്ട്രാ ഒരു വീഡിയോസ് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സ്ക്രീനിൽ ഈ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നില്ലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PIP എന്നുള്ള സംഭവം യൂസ് ചെയ്യുന്നത്. അതിൽ PIPയിൽ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ക്ലിപ്പാണ് വേണ്ടത് ആ ക്ലിപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത്, പ്ലേസ് ചെയ്യേണ്ടത്, അതുകൊണ്ട് അങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ചെറുതാക്കണമെങ്കിൽ ഈ സംഭവത്തിൽ ക്ലിക്ക് ചെയ്താൽ അത് ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും സൈഡിൽ വെച്ച് കൊടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്കിത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്.
ഇപ്പോൾ കണ്ടില്ലേ ആ വീഡിയോയുടെ സൈഡിൽ ഇങ്ങനെ പ്ലേ ആകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് PIP യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം നിങ്ങൾ സ്ക്രീനിൽ കാണിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. എടുക്ക എൻ്റെ ഫോൺ ഹീറ്റായിട്ട് ക്യാമറ ഓഫായി പോയി, ഞാൻ അറിഞ്ഞില്ല, ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിതിൽ ടെക്സ്റ്റും അതുപോലെ തന്നെ ഓഡിയോ ആഡ് ചെയ്യുന്നതും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് റെക്കോർഡായില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതായി കാണുന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം വെൽക്കം ടു മൈ ചാനൽ എന്നാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഏത് വീഡിയോ ക്ലിപ്പ് കാണിക്കുമ്പോഴാണ് ഈ എഴുത്ത് വരേണ്ടതെന്ന് നോക്കിയിട്ട് ആ വീഡിയോൻ്റെ തൊട്ട് മുമ്പിൽ വേണം ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അതായത് ഇതിൽ ഇഷ്ടംപോലെ ഫോൺസ് ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഫോൺസ് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ തൊട്ട് മുകളിൽ സ്റ്റാർസിൻ്റെ ചിഹ്നം കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ എയ്ത്ത് ഇങ്ങനെ ആനിമേഷനിൽ വരും. ഇപ്പോൾ ഫെയ്ഡ് ഇൻ ആകുന്നത്, അതുപോലെ ഫെയ്ഡ് ഔട്ട് ആവുന്നത്, നമ്മൾ നേരത്തെ വീഡിയോക്ക് ആനിമേഷൻ കൊടുത്തില്ലേ അതുപോലത്തെ ട്രാൻസിഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ കളേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ലേബലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബോക്സിലായിട്ട് നമുക്ക് ടെക്സ്റ്റ് ചെയ്താം. പിന്നെ ബോർഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഈ ഔട്ടർ കളർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എഴുതിയ ടെക്സ്റ്റിന് ഒരു ഷാഡോ ഇഫക്റ്റ് ഒക്കെ വേണമെങ്കിൽ താഴെയുള്ള ഷാഡോ ഇഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇനി മ്യൂസിക് അടയാൻ വേണ്ടിയിട്ട് മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോക്കൽ മ്യൂസിക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് സോങ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അത് അവിടെ ഇപ്പോൾ ഒരു മ്യൂസിക് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് യൂസ് എന്ന് താഴെ കണ്ടില്ല, ആ യൂസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓഡിയോ ആഡ് ആവും. അപ്പോൾ ഇത്ര പണിയുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പിന്നെ ഏതൊരു ആപ്പിൽ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ സെയിം സംഭവങ്ങളൊക്കെ തന്നെ. ഈ സ്പ്ലിറ്റ്, ടെക്സ്റ്റിനാണെങ്കിൽ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടാനാണെങ്കിൽ കൂട്ടുക, കുറയ്ക്കുക, ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പൊസിഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഓരോ ആപ്പിൽ ഓരോ സ്ഥലത്താണല്ലോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാം ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. ഞാൻ ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും കാണിച്ചു തരാം. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യൽ ക്യാപ് കട്ടിലാണ്. അപ്പോൾ ക്യാപ് കട്ടിലും കൂടി എഡിറ്റ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്തായി. ഇനി ഞാൻ ക്യാപ് കട്ടിലും കൂടി കാണിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒരു 19 മിനിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോണും ഭയങ്കര ഹീറ്റായിട്ട് ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നുണ്ട്. ഞാൻ നേരത്തെ കുറേ സംസാരിച്ച ഭാഗമൊക്കെ കട്ടായി പോയി. പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കേണ്ട ഒരു ഗതികേട് വന്നു. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയില്ല ഞാൻ ഏതെങ്കിലുമൊക്കെ ഭാഗം സംസാരിച്ചുകൊണ്ടിരുന്നത് കട്ടായി പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇങ്ങനെ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ക്യാപ് കട്ടിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാപ് കട്ടിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഞാൻ ക്യാപ് കട്ടിലാണ് ചെയ്യുന്നത്. ക്യാപ് കട്ടിൽ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിനെക്കാട് കൂടുതൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ടൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ക്യാപ് കട്ട് തന്നെ യൂസ് ചെയ്യണം. പക്ഷേ ക്യാപ് കട്ട് നമ്മുടെ നാട്ടിൽ സപ്പോർട്ടല്ല. എനിക്ക് ഒന്ന് ചൈനൻ്റെ തെറ്റായിട്ട് ഇവിടെ ബാനാന്ന് തോന്നുന്നുണ്ട്. അപ്പം ക്യാപ് കട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ VPN ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് VPN ഓൺ ആക്കിയെങ്കിൽ മാത്രമേ ക്യാപ് കട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് ഇടുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം ഗൈസ്. ബൈ.